ഹേ ഗായ്സ്, വെൽക്കം ബാക്ക്. സാംസങ്ങിന്റെ ഗാലക്സി F56 5G എന്ന ഫോൺ ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു ഫോൺ ബെറ്റർ ആണ്. പക്ഷേ മെയിനായിട്ട് വേണ്ട ചില ഫീച്ചേഴ്സ് ഈ ഒരു ഫോണിൽ മിസ്സിങ്ങും ആണ്. അപ്പോൾ ഞാൻ എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം കേട്ടോ. ഈ ഒരു ഫോൺ വന്നിട്ട് 3 വേരിയൻ്റ് ആയിട്ടാണ് വരുന്നത്. ബേസ് മോഡൽ 8GB 128GB ആണ്. ഇതിൻ്റെ ആക്ച്വൽ ആയിട്ടുള്ള പ്രൈസ് 27,999 ആണ്. ഓഫറിലാണെങ്കിൽ ഇപ്പം ഈ ഒരു ഫോൺ 25,999 കിട്ടുന്നുണ്ട്. വേറൊരു 2 വേരിയൻ്റ് കൂടെ വേറെയും വരുന്നുണ്ട്. ഇതിൻ്റെ ഡിസൈൻ കാണാൻ ഇപ്പോൾ ഉള്ള സാംസങ്ങിൻ്റെ എങ്ങനെയാണോ ഫോൺസൊക്കെ ഈ റേഞ്ചിൽ ഇറക്കാറ് ആ ഒരു എക്സാക്റ്റ് ഡിസൈനാണ്. വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല. പക്ഷേ ബാക്ക് പ്ലാസ്റ്റിക് അല്ല, ഗ്ലാസ് ബാക്ക് ആയിട്ടാണ് വരുന്നത്. അതും കോർണിംഗ് ഗൊറില്ല ഗ്ലാസ് വിക്ടസ് പ്ലസിൻ്റെ പ്രൊട്ടക്ഷനും വരുന്നുണ്ട്. സോ ആ കാര്യത്തിൽ ഫാർ ബെറ്റർ ആണ്. ക്യാമറ മൊഡ്യൂളും മെറ്റലിൻ്റെ ബിൽഡാണ്, അതും പ്ലാസ്റ്റിക് അല്ല കേട്ടോ. സോ അങ്ങനെയുള്ള മെയിനായിട്ടുള്ള ബിൽഡ് ക്വാളിറ്റിയുടെ കാര്യത്തിൽ ഈ ഒരു ഫോൺ വേറെ ലെവലാണ്. ഈ റേഞ്ചിൽ ബാക്കിയുള്ള ഫോണിൽ ഗ്ലാസ് ബാക്ക് ഉള്ള ഫോണും കുറവാണ്. അപ്പം ആ രീതി നോക്കുമ്പോൾ സാംസങ് എന്ന ബ്രാൻഡ് ഫോൺ ഈ 25,000 രൂപ റേഞ്ചിൽ ഒരു ബെസ്റ്റ് ബിൽഡ് ക്വാളിറ്റി തന്നെ ഈ ഒരു ഫോണിന് വരുന്നുണ്ട്. 2 കളേഴ്സിലാണ് ഈ ഒരു ഫോൺ വരുന്നത്. ഒരു ഗ്രീനും വരുന്നുണ്ട്, ഒരു വയലറ്റ് കളർ കൂടെ വരുന്നുണ്ട്. 7.2 mm തിക്നെസ് മാത്രമേ ഈ ഒരു ഫോണിന് വരുന്നുള്ളൂ. 180 ഗ്രാം വെയിറ്റേ വരുന്നുള്ളൂ. അത്യാവശ്യം നല്ല തിക്നെസ്സും വെയിറ്റൊക്കെ കുറഞ്ഞ നല്ലൊരു സ്ലിമ്മസ്റ്റ് ആയിട്ടുള്ള ഫോണാണെന്ന് തന്നെ പറയാം കേട്ടോ. ആ ഒരു കാര്യത്തിലും വേറെ ലെവൽ തന്നെയാണ്. നല്ലൊരു ബിൽഡ് ക്വാളിറ്റി, നല്ലൊരു ഡിസൈൻ, സ്ലിമ്മും അതുപോലെ എല്ലാ കാര്യങ്ങളും ഡിസൈൻ വൈസ് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ. എനിക്ക് കാര്യമായിട്ട് പറയാമല്ലോ, നല്ല രീതിയിൽ തന്നെ ആ ഒരു കാര്യത്തിൽ സാംസങ് ഇപ്രാവശ്യം ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇനി ഇതിന്റെ ഡിസ്പ്ലേ പറ്റി പറയുകയാണെങ്കിൽ 6.73 ഇഞ്ച് വരുന്ന ഫുൾ HD ആയിട്ടുള്ള 120 ഹെർട്സിന്റെ സൂപ്പർ AMOLED ഡിസ്പ്ലേ ആണ് വരുന്നത്. അതും ഫ്ലാറ്റ് ആയ ഡിസ്പ്ലേ ആണ് വരുന്നത്. അവിടെയും കോർണിംഗ് ഗൊറില്ല ഗ്ലാസ് വിക്ടസ് പ്ലസിന്റെ പ്രൊട്ടക്ഷനും ഫ്രണ്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. സോ ആ കാര്യത്തിലും ബെസ്റ്റാണ്. സാംസങ് ഡിസ്പ്ലേ അറിയാമല്ലോ, വൺ ഓഫ് ദി ബെസ്റ്റ് ആണ്. ഈ റേഞ്ചിൽ ബാക്കിയുള്ള ഫോണിൽ 1.5K റെസൊല്യൂഷൻ ഒക്കെ വരുന്നുണ്ട്. ഇതിൽ അത് വരുന്നില്ല, പക്ഷേ ഇവിടെ നമുക്ക് സൂപ്പർ AMOLED ഡിസ്പ്ലേ ഒക്കെ വരുന്നുണ്ട്. സോ അത്യാവശ്യം നല്ലൊരു ഡിസ്പ്ലേ ഈ ഒരു ഫോൺ എന്തായാലും സാംസങ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ആ കാര്യത്തിലും സോഫ ബെറ്റർ ആണ്. ബെസലിന്റെ കാര്യമാണെങ്കിലും അത്യാവശ്യം തിക്നെസ് ഒക്കെ കുറഞ്ഞ ബെസലാണ്, വലിയ തടിച്ച ബെസലൊന്നും വരുന്നില്ല കേട്ടോ. പിന്നെ 1200 ഹെർട്സിന്റെ ഹൈ ബ്രൈറ്റ്നസ്സും വരുന്നുണ്ട്. ഡിസ്പ്ലേയെ പറ്റി പറയുകയാണെങ്കിൽ ഒരു ബെസ്റ്റ് ഇൻ ക്ലാസ് ആയ ഡിസ്പ്ലേ സെറ്റപ്പ് തന്നെ ഈ ഒരു ഫോണിന് വരുന്നുണ്ട്. ഇനി ക്യാമറ ആണെങ്കിൽ തന്നെ 50 MB പ്രൈമറി ക്യാമറ വരുന്നുണ്ട്, 8 MB അൾട്രാ വൈഡ് ക്യാമറ വരുന്നുണ്ട്, 2 MB മാക്രോ ക്യാമറ റിയറിൽ കൊടുത്തിട്ടുണ്ട്, 12 MB ആണ് സെൽഫി ക്യാമറ ആയിട്ട് വരുന്നത്. ഫ്രണ്ടിലാണെങ്കിലും റിയറിലാണെങ്കിലും 4K 13 എപ്പിസോഡിലെ വീഡിയോസും ഷൂട്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട്. സാംസങ്ങിന്റെ ക്യാമറ പറ്റി അധികം ഒന്നും പറയേണ്ട ആവശ്യമില്ല. അത്യാവശ്യം എന്തായാലും നല്ലൊരു ക്വാളിറ്റിയുള്ള ഫോട്ടോസും കാര്യങ്ങളൊക്കെ തന്നെ എന്തായാലും ഇന്ന് കിട്ടുന്നതായിരിക്കും, ഷുവറായിട്ട് പറയാം. വീഡിയോസിൻ്റെ കാര്യമാണെങ്കിലും അങ്ങനെ തന്നെയാണ്. എന്നാലും നിങ്ങൾ ക്യാമറ സാമ്പിൾസ് ഒക്കെ പോയിട്ട് നോക്കാം കേട്ടോ. ഇത് നിങ്ങൾ വിലയിരുത്താം എങ്ങനെയുണ്ട് ഈ റേഞ്ചിൽ ബാക്കിയുള്ള ഫോണൊക്കെ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എങ്ങനെയുണ്ട്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്നുള്ളത് നിങ്ങൾ ആ രീതിയിൽ വിലയിരുത്തിയിട്ട് മാത്രം നിങ്ങൾ നോക്കാം കേട്ടോ. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇറ്റ്സ് എ ഗുഡ് ക്യാമറ എന്തായാലും ഈ ഒരു ഫോണിൽ സാംസങ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇനി പെർഫോമൻസ് ആണ് എപ്പോഴും സാംസങ്ങിൻ്റെ ഫോണിൽ അയ്യേ എന്ന് പറഞ്ഞ കാര്യം. ഈ ഒരു ഫോണിലും അങ്ങനെ തന്നെയാണ്. എക്സിനോസിന്റെ 1480 എന്ന ചിപ്സെറ്റ് ആണ് വരുന്നത്. അറൗണ്ട് ഒരു 7,30,000 ആ റേഞ്ച് മാത്രമേ ആൻറ്റി സ്കോർ വരുന്നുള്ളൂ. ഈ റേഞ്ചിൽ ബാക്കിയുള്ള ഫോണിലൊക്കെ ഇതിന്റെ ഇരട്ടി ആൻറ്റി സ്കോർ ഒക്കെ ഉള്ള ഫോണുണ്ട്. അപ്പോൾ അതൊക്കെ ആയിട്ട് കമ്പയർ ചെയ്യേണ്ട ആവശ്യമില്ല. അതൊക്കെ ഒരു ഗെയിം പെർഫോമൻസ് ഓറിയന്റഡ് ആയിട്ടുള്ള ഫോണാണ്. ഇത് അങ്ങനെ ഒരു ഫോണല്ല. അത്യാവശ്യം ഡേ ടു ഡേ കാര്യങ്ങളൊക്കെ തന്നെ സ്മൂത്ത് ആയിട്ട് വർക്കാവും എന്നല്ലാതെ ഗെയിമിങ്ങോ ഹൈ എൻഡ് പെർഫോമൻസ് നിങ്ങൾ ഇതിലേക്ക് പ്രതീക്ഷിച്ചിട്ട് പോകേണ്ട ആവശ്യമില്ല. അങ്ങനെ ഒരു ഫോണേ അല്ല കേട്ടോ. അങ്ങനെയുള്ളവർ അവോയ്ഡ് ചെയ്തോളൂ. ബാക്കിയുള്ള കാര്യങ്ങൾ നോർമൽ ആയിട്ടുള്ള യൂസിനാണെങ്കിൽ അത്യാവശ്യം നല്ല സ്മൂത്ത് ആയിട്ട് എന്തായാലും ഈ ഒരു ഫോൺ വർക്ക് ആവുന്നുണ്ട്. LPDDR5Xന്റെ റാം ടൈപ്പ് ആണ് വരുന്നത്. UFSന്റെ 3.1 സ്റ്റോറേജും വരുന്നുണ്ട്. 6+6 ഇയേഴ്സ് ഒരു ആൻഡ്രോയിഡ് അപ്ഡേറ്റും ഈ ഒരു ഫോണിൽ കിട്ടുന്നുണ്ട്. ലേറ്റസ്റ്റ് ആയിട്ടുള്ള ആൻഡ്രോയിഡ് 15 ആണ്, 1UI7 ആണ് യൂസർ ഇന്റർഫേസ് ആയിട്ട് വരുന്നത്. സോ ആ കാര്യങ്ങളൊക്കെ തന്നെ ലേറ്റസ്റ്റ് ആയിട്ട് തന്നെ കൊടുത്തിട്ടുമുണ്ട്. പിന്നീട് ഈ ഒരു ഫോണിൽ മോണോ സ്പീക്കറാണ് വരുന്നത്. അതായത് ഏറ്റവും ഒരു കുറവായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ മോണോ സ്പീക്കറാണ്. 27,000 രൂപ 25,000 രൂപക്ക് മുകളിൽ വരുന്നൊരു ഫോണിൽ മോണോ സ്പീക്കർ എന്ന് പറഞ്ഞാൽ ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാത്തൊരു കാര്യമാണ്. അപ്പം അതാണ് ഈ ഫോണിൻ്റെ ഏറ്റവും വലിയൊരു ഡിസ്അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞത്. ബാക്കിയുള്ള എല്ലാ ഫോണിലും സ്റ്റീരിയോ സ്പീക്കേഴ്സ് തന്നെ വരുന്നുണ്ട്. ഈ ഒരു 22,000 രൂപയുടെ IQ C10 മാത്രമാണ് ആ ഒരു കുറവുണ്ടായത്. ഇപ്പം ഈ ഒരു ഫോണിലും ആ ഒരു സ്റ്റീരിയോ സ്പീക്കേഴ്സ് വരുന്നില്ല. പിന്നീട് ബാറ്ററി ആണെങ്കിൽ 5000 mAh ബാറ്ററി ആണ് വരുന്നത്. അത് ചാർജ് ചെയ്യാൻ വേണ്ടി 45 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടാണ്. ബോക്സിനകത്ത് ചാർജറോ കാര്യങ്ങളൊന്നും കിട്ടത്തില്ല, ഓൺലി കേബിൾ മാത്രമേ കിട്ടുള്ളൂ. ഓവറോൾ ആയിട്ട് ഈ ഒരു ഫോൺ എങ്ങനെ ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാംസങ്ങിൻ്റെ ഫോണാണ് നിങ്ങൾ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നോക്കുന്നുണ്ടെങ്കിൽ എന്തായാലും
ഇതേ ഉള്ളൂ, ഇതാണ് ബെസ്റ്റ്. പക്ഷേ എല്ലാത്ത രീതിയിലും ഇത് നല്ലൊരു ഫോണാണ്. ആ ഒരു സ്റ്റീരിയോ സ്പീക്കേഴ്സ് ഇല്ല എന്നുള്ളത് മാത്രമാണ് ഒരു കുറവായിട്ട് പറയാനുള്ളത്. ബാക്കി എല്ലാ കാര്യങ്ങളും ബിൽഡ് ക്വാളിറ്റി ആണെങ്കിലും ഡിസ്പ്ലേ ആണെങ്കിലും ക്യാമറ ആണെങ്കിലും എല്ലാം നൈസായിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു നല്ലൊരു ഫോണാണ്, പക്ഷെ ആ ഒരു സ്റ്റീരിയോ സ്പീക്കേഴ്സ് ഇല്ല. അതാണ് ഏറ്റവും മെയിനായിട്ട് ഒരു കുറവായിട്ട് തോന്നിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ. പെർഫോമൻസ് ഒക്കെ ഇറ്റ്സ് ഓക്കെ, അത്ര മാത്രമേ സാംസങ് ഫോണിൽ നമ്മൾ പ്രതീക്ഷിക്കാറുള്ളൂ, അത്രേ കിട്ടാറുള്ളൂ. പക്ഷേ ഈ സ്റ്റീരിയോ സ്പീക്കേഴ്സും കൂടെ കൊടുത്തിട്ടുണ്ടെങ്കിൽ അടിപൊളിയായേനായിട്ട് ഈ ഒരു ഫോൺ. അപ്പം അതാണ് എനിക്ക് ഈ ഒരു ഫോണിനെ പറ്റി പറയാനുള്ളത്. നിങ്ങളുടെ ഒപ്പീനിയൻ എന്തായാലും താഴെ കമൻറ്റ് ചെയ്യുക. ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സോ ഇറ്റ്സ് എ ഫ്രണ്ട് അബിനോ സൈനിങ് ഓഫ്. ബൈ.